നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭഗവാന്റെ കാരുണ്യവും മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 2026 ജൂലൈ മാസം 3-ാം തീയതി, അതായത് നാളെ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചുള്ള ദിവസഫലമാണ്. നാളത്തെ ദിവസ പഞ്ചാംഗവും ഗ്രഹനിലയും ഒക്കെ സൂചിപ്പിക്കുന്നതനുസരിച്ച് എന്തൊക്കെ നക്ഷത്രമാറ്റങ്ങളാണ് നാളത്തെ ദിവസം സംഭവിക്കാൻ പോകുന്നത്, അത് നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെയാണ് സ്പർശിക്കുന്നത് എന്നതൊക്കെയും ഈ ഒരു അധ്യായത്തിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനായി സാധിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാർ ഉൾപ്പെടെ ആരൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം. ജ്യോതിഷപരമായി പറയുമ്പോൾ കാലം എന്ന് പറയുന്നതിനെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും കൃത്യമായ ചലനം മനസ്സിലാക്കുക എന്നതാണ് സൂചിപ്പിക്കുന്നത്. കാലം പറയുക അല്ലെങ്കിൽ കാലം മനസ്സിലാക്കുക, എങ്ങനെയാണ് ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യനെയും സ്പർശിച്ച് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നാളത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ കൃഷ്ണപക്ഷ ചതുർത്ഥി തിഥിയാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ വിനകളൊക്കെ മാറ്റുന്ന വിഘ്നനിവാരകനായ സാക്ഷാൽ ഭഗവാൻ ഗണപതി ദേവൻ്റെ അനുഗ്രഹം തേടുന്ന സംകഷ്ടി ചതുർത്ഥി വ്രത ദിവസം കൂടിയാണ് നാളെ വരുന്നത്. അപ്പോൾ ഇവിടെ നാളെ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 29 മിനിറ്റ് വരെ ആയിരിക്കും തിരുവോണം നക്ഷത്രം, അതായത് ശ്രവണ നക്ഷത്രം ഉള്ളത്. ഇനി അപ്പോൾ സൂര്യോദയത്തിന് മുൻപുള്ള സമയം, അതായത് രാവിലെ 5 മണി കഴിഞ്ഞ് 29 മിനിറ്റ് വരെ തിരുവോണം നക്ഷത്രം വരും. അതിനുശേഷം അവിട്ടം നക്ഷത്രമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പോൾ നാളെ അവിട്ടം നക്ഷത്രത്തിൻ്റെ അധീനതയിലായിരിക്കും പൂർണ്ണമായി നമ്മുടെ പകൽ സമയം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം എന്തെന്നാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ നക്ഷത്രമായ തിരുവോണത്തിൽ നിന്ന് പിന്നീട് നമ്മൾ ചൊവ്വയുടെ സ്വാധീനമുള്ള, അതുപോലെ തന്നെ ശിവപ്രീതിയുള്ള ഭഗവാൻ ശിവൻ്റെ പ്രീതി ധാരാളമായിട്ടുള്ള അവിട്ടം നക്ഷത്രത്തിലേക്കുള്ള ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ വലിയ ഒരു ഊർജ്ജ വ്യത്യാസം തന്നെയാണ് ഈ മാറ്റത്തിലൂടെ സംഭവിക്കുന്നത്, അത് മനുഷ്യരിലേക്ക് പ്രഭാവം ചെലുത്തുന്നതും. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തിൻ്റെ ഭൂരിഭാഗ സമയവും നമ്മൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അധീനതയിലാണ്. അവിട്ട നക്ഷത്രമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ ഫലമായിരിക്കും നമുക്ക് അനുഭവിക്കുവാനും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിനി നാളത്തെ പ്രപഞ്ച ഗ്രഹനില കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ചന്ദ്രൻ നാളെ സഞ്ചരിക്കുന്നത് മകരം രാശിയിലാണ്. ശനി ഭഗവാന്റെ സ്വക്ഷേത്രമായ മകരത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ മനസ്സിന് ഒരു ദേഷ്യം, അല്പം ഗൗരവം, എന്നാൽ ഗൗരവം വരുമ്പോൾ കാര്യപ്രാപ്തി, കാര്യങ്ങളെ കൃത്യമായി നിർവഹിക്കാനുള്ളൊരു പ്രാപ്തി കൂടി നമുക്ക് വരും. എങ്കിലും കാരണമില്ലാതെ നമ്മൾ പറയാറുണ്ട്, ചില ആളുകൾ എന്താണ് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നതെന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ ഒരു അല്പം ഗൗരവം നമ്മുടെ സംസാരത്തിലൊക്കെ വരും. അതായത് ജ്യോതിഷപരമായി പറയുമ്പോൾ നാളെ പ്രീതി യോഗവും ബാലവകരണവുമായി കൂടി വരുന്നുണ്ട്. അപ്പോൾ പ്രീതി യോഗത്തിൻ്റെയൊക്കെ ഒരു ഫലങ്ങൾ കൂടി നാളത്തെ ദിവസം വരുന്നതിനാൽ തന്നെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തിടുക്കത്തിലാകരുത് എന്നുകൂടി ഒന്ന് പറയാനായിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കുക. കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഫലം തരുന്ന ശനിയുടെ രാശിയിൽ ചന്ദ്രൻ്റെ ആ ഒരു നിൽപ്പുള്ളത് കൊണ്ട് തന്നെ സത്യസന്ധമായി ജീവിക്കുന്ന സാധാരണക്കാർക്ക് നാളെ വളരെയധികം ഒരു ഈശ്വരാധീനം കൂടുതലായി വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കള്ളത്തരങ്ങളോ അതല്ലെങ്കിൽ വഴിവിട്ട ചിന്തകളോ ഉള്ളവർക്ക് തിരിച്ചടികൾ കൂടി ശനിദേവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് പറയുന്നത് ഭക്തിയോടെയും ശുദ്ധിയോടെയും വേണം ശനിദേവൻ, അല്ലെങ്കിൽ ശനിദേവൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ. ശനി ഭഗവാന് കള്ളത്തരങ്ങളോ കാവട്ടിയോ ഒന്നും പിടിക്കില്ല. അതേപോലെ മുതിർന്നവരെ നമ്മൾ അപമാനിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുന്നതും ഒന്നും അത്ര ബോധിക്കാത്തൊരു ആളാണ് ശനിദേവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഭക്തിയോടും ശുദ്ധിയോടും കൂടി വേണം പുലർകാലത്ത് എഴുന്നേൽക്കാനും നാളത്തെ ദിവസത്തെ വരവേൽക്കുവാൻ വേണ്ടി. അപ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെയും ചന്ദ്രൻ്റെ മകരം രാശിയിലെ സഞ്ചാരത്തിൻ്റെയും ഫലമായി നാളത്തെ ദിവസം ഭാഗ്യം, അനുകൂല മാറ്റങ്ങൾ, ഇതൊക്കെ ചില നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അത് കൃത്യമായി നിങ്ങൾക്ക് പല അനുഭവങ്ങളിലൂടെ ഈ ഗ്രഹമാറ്റങ്ങൾ പല വിധത്തിലുള്ള ഫലങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നാളെ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കുമ്പോൾ രോഹിണി, മകീരം, അത്തം നക്ഷത്രക്കാർക്ക് നാളെ ധനപരമായ ഒരു പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. സാധാരണ പണം കയ്യിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുക, അല്ലെങ്കിൽ രാവിലെ പണവുമായിട്ട് വെളിയിൽ പോയ സാധനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നെ ഒന്നും കൈ കാണില്ല, ധനം
എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അല്പം നീക്കിയിരിപ്പിൻ്റെ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ പോക്കറ്റിൽ ഒരു 500 രൂപയെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരാനുള്ള ഒരു ധനം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ദിവസമാണ്. മുടങ്ങിക്കിടന്ന ബിസിനസ് കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിട്ട് നടക്കാതെ പലവിധ മുടക്കങ്ങൾ വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു വേഗത ഉണ്ടാവുകയും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സാധ്യമായി കിട്ടുകയും ചെയ്യുന്നൊരു ദിവസമാണ്. ജോലിസ്ഥലത്ത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് അർഹിച്ച അംഗീകാരം കിട്ടുന്നില്ല, കഠിനമായിട്ട് അവർ അധ്വാനിച്ചിട്ടും അതിനൊരു ഫലം കിട്ടുന്നില്ല, പ്രയത്നത്തിൻ്റെ ഫലം കിട്ടുന്നില്ല എന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ആദരവൊക്കെ ലഭിക്കുന്നതായ ഒരു ദിവസമാണ്. ആദരവെന്ന് പറയുമ്പോൾ പൊന്നാട അണിയിക്കുന്നു അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ധനപരമായിട്ടും നിങ്ങളുടെ ജോലികളെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില അപ്രീസിയേഷൻ അല്ലെങ്കിൽ ആദരവ് വാക്കുകൊണ്ടുള്ള പ്രശംസ ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത, അതായത് ചുരുക്കി പറഞ്ഞാൽ സന്തോഷിക്കാനുള്ള വക ഉണ്ടാകുന്ന ദിവസമാണ്. കുടുംബത്തിലായാലും നിങ്ങൾ നിമിത്തം കുടുംബ സന്തോഷം കുടുംബത്തിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. കാർത്തിക, ഉത്രം, ഉത്രാട നക്ഷത്രക്കാർക്കും നാളെ മനസ്സിന് വലിയൊരു സമാധാനം വന്നു ചേരുന്ന ദിവസമാണ്. ശത്രുശല്യങ്ങളിൽ നിന്ന്, മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുന്നതായ ദിവസമാണ്. അതേപോലെ സർക്കാർ കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുന്നവരാണെങ്കിലും അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരും. ഇനി പുതിയ വീടോ അല്ലെങ്കിൽ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതിനുള്ള വഴികൾ താനെ തെളിഞ്ഞു വരുന്നതായ ഒരു ദിവസം കൂടിയാണ്. കാരണം വെള്ളിയാഴ്ച ദിവസമാണ്. കൂടാതെ ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം, ശിവഭഗവാന്റെ അനുഗ്രഹമൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസവുമായിരിക്കും നാളെ. അടുത്തത് ചോതി, വിശാഖം, അനിഴ നക്ഷത്രക്കാർക്കും തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങളൊക്കെ നാളെ പ്രതീക്ഷിക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിലും നല്ല വാർത്തകളൊക്കെ ലഭിക്കാൻ, നിങ്ങളുടെ സന്തോഷം നാളത്തെ ദിവസം വളരെയധികം നിങ്ങളിലേക്ക് എത്തുന്നതായൊരു അവസരമൊക്കെ ഉണ്ടാകും. വിദേശത്ത് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും തടസ്സങ്ങൾ മാറി, നാളത്തെ ദിവസം തന്നെ പോകുമെന്നല്ല, തടസ്സങ്ങൾ മാറി എന്ന ചില സൂചനകളൊക്കെ കേൾക്കാൻ ഭാഗ്യമുണ്ടാകും. സമൂഹത്തിലാണെങ്കിലും നിങ്ങളുടെ വാക്കുകൾക്ക് 10 പേര് വില കൽപ്പിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനും പറയാനൊക്കെ സാധിക്കുന്നതായ ഒരു ദിവസമാണ്. നമ്മൾ എത്രയൊക്കെ നല്ലതായിട്ട് ചെയ്താലും ഓരോ ദിവസത്തിൻ്റെ ആ ഒരു ശക്തി കൂടി നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ടാണ് നമ്മൾ ചില എക്സാമിനൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാലും അവിടെ ചെന്ന് പേപ്പർ എഴുതാൻ നേരത്ത് നമ്മൾ ആകെ എല്ലാം മറന്നുപോയി ബ്ലാങ്കായി മാറുന്നത്. ആ ദിവസം നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ടല്ലേ പറയാറുണ്ടല്ലോ, ഇന്ന് നിൻ്റെ ദിവസം അല്ലടാ, അല്ലെങ്കിൽ ഇന്ന് നിൻ്റെ ദിവസം അല്ലടി എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറില്ലേ. അത് തന്നെയാണ് ഗ്രഹവിന്യാസങ്ങൾ നമുക്ക് അനുകൂലമായി വരാത്ത സ്ഥിതിയാണെങ്കിൽ അന്നേ ദിവസം നമ്മളിത് തലകുത്തി മറിഞ്ഞാലും നമ്മൾക്ക് ചെയ്യാൻ കാര്യങ്ങൾ ഒരുപാടുള്ളതായിട്ടോ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളുടെ ഫലം പൂർണ്ണമായി ലഭിക്കാത്തതായ അവസ്ഥകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായി വന്നു ചേരും. ഈ പുണർദം, പൂയം, തിരുവോണ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം തിരുവോണ നക്ഷത്രം മാറി അവിട്ടം വരുമെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഈശ്വരാധീനം വളരെയധികം കൂടുതലായിട്ടുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്കും ഫലം വന്നു ചേരും. അതുപോലെ പുണർദം, പൂയം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വളരെ കൂടുതലുള്ള ദിവസമാണ്. മുതിർന്നവരിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പഠിപ്പിച്ച ഗുരുക്കന്മാരിൽ നിന്നാകട്ടെ അനുഗ്രഹവും അല്ലെങ്കിൽ അവരെ ഒന്ന് കാണാൻ അവസരം ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളായിട്ട് അവരെ കാണുക, അങ്ങനെയുള്ള ചില സന്തോഷ നിമിഷങ്ങളൊക്കെ ഉണ്ടാകാനും, പരീക്ഷകൾ നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ, അഭിമുഖങ്ങൾ, ഇൻ്റർവ്യൂകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മികച്ച വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധ്യത കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണ ഒരു ദിവസം സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും വലിയൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. നമ്മൾ പറയും സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ എന്ന് പോലും. അപ്പോൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നാളത്തെ ദിവസം ഗ്രഹങ്ങളുടെ വിന്യാസം നിങ്ങൾക്ക് അനുകൂലമാകിയാൽ തന്നെ നിങ്ങൾക്ക് നാളെ ഒരു 10 മണിക്കൂർ ജോലി ചെയ്താലും ഒരു ക്ഷീണം വരാത്ത അവസ്ഥയും നമ്മൾ പറയാറില്ല. അതേപോലെ ഫുൾ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നാളെ സാധിക്കും. ഒരു നല്ല ശുഭകരമായ വാർത്ത കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അതേപോലെ നമ്മൾ പണ്ട് എപ്പോഴോ സഹായിച്ച ഒരാൾ, ചിലപ്പോൾ സുഹൃത്തായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അപരിചിതനായിരിക്കും, അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ചില സൗഭാഗ്യങ്ങൾ ഒക്കെ ലഭിക്കുവാനുള്ള ലക്ഷണങ്ങളും നാളത്തെ ദിവസം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗ്രഹനിലയിലെ ചെറിയ ദോഷങ്ങളുള്ള നക്ഷത്രക്കാരാണെങ്കിൽ പോലും ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് മാത്രമാണോ നാളത്തെ ദിവസം അനുകൂലം, ബാക്കിയുള്ളവർക്ക് അനുകൂലമല്ലേ എന്ന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വിഷമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നാളെ സംഘർഷ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും ഭഗവാൻ ഗണപതിയെ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും വിഷമിക്കേണ്ട. അതെന്താണ് ഗണപതി പ്രാർത്ഥിക്കേണ്ടത്? ഓം ഗം ഗണപതിയെ നമഃ. ഇത് 108 ഒന്ന് ജപിച്ചാൽ മാത്രം മതിയാകും. ഈ
ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾ ഏർപ്പെടാൻ പോകുന്ന പ്രവൃത്തിയിലെ വിഘ്നങ്ങളൊക്കെ മാറും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അതിനാൽ മഹാലക്ഷ്മി ദേവിയെ ധ്യാനിച്ചൊരു നെയ്വിളക്ക് കൂടി വീട്ടിൽ കൊളുത്താമെങ്കിൽ ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ തന്നെ നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഭക്തിയും സത്പ്രവർത്തികളും തന്നെയാണ് ഏറ്റവും വലിയ ഗ്രഹാനുകൂല്യം എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ ഗ്രഹങ്ങൾ വരെ നമുക്കെതിരായിട്ട് നിന്നാൽ പോലും നമ്മുടെ പ്രവൃത്തിയുടെ ഫലം കാരണം ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യും എന്നാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.